ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺസ് വാങ്ങുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് നോക്കിയിട്ട് അതിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ഉണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്യും. എന്താണ് കോണിംഗ് ഗൊറില്ല ഗ്ലാസ്, എന്താണ് കോണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രത്യേകതകൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ സൈഡിൽ കുറച്ച് എഡ്ജസ് കർവ്ഡ് ആയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അതിന് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് എന്ന് പേര് വന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. കോണിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു ഗ്ലാസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അതിനെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു ഗ്ലാസ്സുകൾ. അപ്പോൾ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് മറ്റുള്ള ഗ്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഹാർഡ്നെസ് കൂടുതലാണ്, ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്, അതേപോലെ തിക്നെസ് കുറവാണ്, അതേപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. ഈ ഒരു ഗ്ലാസ്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് ആൽക്കലി അലൂമിനിയം സിലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് അലൂമിനിയം സിലിക്കണും ഓക്സിജനോട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് ആദ്യ സമയങ്ങളിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളിലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്നത്. അതിൽ മസിൽ ഗ്ലാസ്സസ് എന്ന പേരിലാണ് ആദ്യം യൂസ് ചെയ്തിരുന്നത്. പിന്നീട് ആപ്പിളാണ് ഈ ഒരു കമ്പനിയോട് പറയുന്നത് തങ്ങളുടെ സ്മാർട്ട് ഫോൺസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഗ്ലാസ് ഉണ്ടാക്കി തരണമെന്ന്. അങ്ങനെ 2008 ആദ്യമായിട്ടുള്ള കോണിംഗ് ഗൊറില്ല ഗ്ലാസ്, ഒരു ഫ്ലെക്സിബിൾ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ഉണ്ടാക്കുകയും ചെയ്തത്. 2010 ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 20% സ്മാർട്ട് ഫോൺസിൽ ഈ ഒരു കോണിംഗ് ഗൊറില്ല ഗ്ലാസ് യൂസ് ചെയ്ത് തുടങ്ങിയിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്മാർട്ട് ഫോൺസും തന്നെ യൂസ് ചെയ്യുന്നത് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ആണ്. കോണിംഗ് ഗ്ലാസ് 1 മുതൽ 6 വരെ ഇപ്പോൾ ലോഞ്ച് ചെയ്തു. അത് 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന ഓരോരോ വെർഷനായിട്ടാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ വെർഷനിലെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ തിക്നെസ് കുറയ്ക്കുകയും അതേപോലെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുകയും ഹാർഡ്നെസ്സും കൂട്ടുകയാണ് ഓരോ വെർഷനായിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 4, 5, 6 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഹാർഡ്നെസ് സെയിം ആണ്, പക്ഷേ അതിൻ്റെ തിക്നെസ് വളരെയധികം അവർ കുറച്ചു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് സ്മാർട്ട് ഫോൺസും കുറച്ചും കൂടി തിന്നറായിട്ട് ഇറക്കാൻ സാധിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഓൾമോസ്റ്റ് 15 ഡ്രോപ്പ് ടെസ്റ്റ് അവർ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 15 വട്ടം താഴിട്ടാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഗ്ലാസ് പൊട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കോണിംഗ് ഗൊറില്ല ഗ്ലാസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അത് താഴെ വീണ പൊട്ടുക തന്നെ ചെയ്യും. അതേപോലെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയൽസിൽ നിന്നും അത് പ്രൊട്ടക്ട് ചെയ്യില്ല. അതിന് ഓരോ ലെവലുണ്ട്. ചില ലെവലിന് മുകളിലുള്ള മെറ്റീരിയൽസാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ മുകളിൽ വീഴുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്ക്രാച്ച് ആവും. അതായത് ഇപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് ആവില്ല. ഇപ്പോൾ സപ്പോസ് ഒരു കോട്സ് മെറ്റീരിയൽ അല്ലെങ്കിൽ കോട്സ് കണ്ടൻറ്റുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ മുകളിൽ വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കോണിംഗ് ഗൊറില്ല ഗ്ലാസ്സിന് അതിനെ വിറ്റ്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും അത് സ്ക്രാച്ച് ആവും. അതായത് സാൻഡ് പോലുള്ള മെറ്റീരിയൽസ്, അതിൽ കോട്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ സാൻഡ് നിങ്ങൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്ക്രാച്ച് ആവും. അതുപോലെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്, അത് വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്ക്രാച്ച് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എപ്പോഴും ഒരു ടെമ്പേർഡ് ഗ്ലാസോ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ച് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ മുകൾ വശം കവർ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ചുമ്മാ ആലോചിച്ച് നോക്കിയാൽ മതി, കോണിംഗ് ഗൊറില്ല ഗ്ലാസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ വരത്തില്ലായിരുന്നു. അതേപോലെ തന്നെ ഇവർക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ലായിരുന്നു. എന്നാൽ ഈ ഒരു ഗ്ലാസ്, അതായത് കോണിംഗ് ഗൊറില്ല ഗ്ലാസിനെക്കാട്ടി പ്രൊട്ടക്ഷൻ കൂടുതൽ തരുന്ന ഒരു ടൈപ്പ് ഗ്ലാസ്സുകളുണ്ട്, അതാണ് സഫയർ ഗ്ലാസ് എന്ന് പറയും. ഈ ഒരു സഫയർ ഗ്ലാസിൻ്റെ മുകളിൽ ആപ്പിൾ കമ്പനിയൊക്കെ കുറേ വർഷങ്ങളായിട്ട് അവർ ഇത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ ഒരു സഫയർ ഗ്ലാസിനെ ഈ ഒരു സ്മാർട്ട് ഫോൺസിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി എന്തോ ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂസും അതേപോലെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡിഫിക്കൽറ്റിയൊക്കെ കൊണ്ടാണ് ഇവർ ഈ ഒരു സഫയർ ഗ്ലാസ് കൊണ്ടുവരാത്തത്. ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ സഫയർ ഗ്ലാസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ റെഡ്മി പോലുള്ള പുതിയ സ്മാർട്ട് ഫോൺസിൻ്റെ ബാക്ക് ക്യാമറ ചില സ്മാർട്ട് ഫോൺസിൻ്റെ ബൾജായി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ബൾജായിട്ടുള്ള നിൽക്കുന്ന ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ സഫയർ ഗ്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതേപോലെ ഹാർഡ് ഗ്ലാസ്സസ് ആണ് അവർ. സോ കോണിംഗ് ഗൊറില്ല ഗ്ലാസിനെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ ബൈ.